വീട് പണിയാൻ വേണ്ടി ഒരു പാസ്റ്ററെ വസ്തുവിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയി. ഉടനെ പാസ്റ്റർ പറഞ്ഞു, ഈ വസ്തുവിൽ എന്തുണ്ട്? ബന്ധനം തീർന്നില്ലേ? പണ്ടെങ്ങാണ്ട് ഈ പ്രോപ്പർട്ടിയിൽ ഹിന്ദുക്കളുടെ കയ്യിലിരുന്നു, അവരിവിടെ കോഴിയെ അറുത്തു, പലവിധമാകുന്ന മന്ത്രവാദങ്ങൾ നടത്തി, അങ്ങനെ പല ബന്ധനങ്ങളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ ദൈവപൈതൽ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? വീട് വെക്കാൻ പാടില്ല. കുഴഞ്ഞോ? ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, സഹോദര, വേദപുസ്തകത്തിൽ തല്ലാനുള്ള അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ചെവിക്ക് ഞാനിപ്പോൾ അടിച്ചേനെന്ന് പറഞ്ഞു. കുരുത്തക്കേട് കാണിച്ചേച്ച് അടിമേടിച്ചാൽ. കാരണം കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നവൻ സഭയിലിരിക്കുന്നു. മാനസാന്തരപ്പെടാൻ പറഞ്ഞിട്ട് മാനസാന്തരപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ അവനെ ജഡത്തിൽ ശിക്ഷ വിധിക്കേണ്ടതിന് വിട്ടുകൊടുത്തു. അത് വേറെ. നമ്മുടെയൊക്കെ സഭകളിൽ 1 മണിക്കൂർ പ്രസംഗം എടുത്താൽ അതിൻ്റെ അകത്ത് 40 മിനിറ്റും ആരാ? കർത്താവിനെ പോലും ഇത്രയും പ്രൊജക്റ്റ് ചെയ്യത്തില്ല. പ്രൊജക്റ്റ് ചെയ്യുന്ന മുഴുവൻ ആരെയാ? ഓ, നിന്റെ നന്മയെ മുടക്കി വെച്ചിരിക്കുന്ന പിശാച്. പിന്നെ പിശാച് ഇപ്പോൾ ബാങ്കിൽ കയറി നിന്റെ പൈസയുടെ മേലെ കയറി ഇരിക്കുക, മുടക്കി വെച്ചേക്കാൻ. പിന്നല്ലാതെ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 5-ാം വാക്യം. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ. അതെ, അവനെ ഭയപ്പെടുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആരെ ഭയപ്പെടണം ദൈവമക്കളെ? കൊന്നിട്ട് നരകത്തിൽ എടുത്തിടാൻ കഴിവുള്ള ഒരാളുണ്ട്, അവനെ ഭയപ്പെടണം. പിശാചിനെ ഭയപ്പെടണ്ട. അയ്യോ, നിങ്ങളുടെ ഒരു ബന്ധനമുണ്ട്, പണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു ബന്ധനമാണ്, ഇതൊന്നും പറഞ്ഞ് കേട്ട് എന്ത് ചെയ്യണ്ട. ഞാൻ ഇപ്പോഴും ഓർക്കുക, സലാലയിൽ പോയ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്ക വന്നു. പക്ഷേ ഒന്ന് പ്രാർത്ഥിക്കാൻ വന്ന. ഞാൻ പറഞ്ഞ സന്തോഷം, വാന്ന് പറഞ്ഞു. അപ്പോൾ നല്ല സൗന്ദര്യമുള്ള ഒരു യുവാവ്, നല്ലൊരു ചെറുപ്പക്കാരനാണ്. പക്ഷെ ഇവനെ കണ്ടാൽ ഒരു പ്രാകൃതനെ പോലെ ഇരിക്കുക. ആകെ വല്ലാത്തൊരു. എന്തോ പറ്റി സഹോദരൻ, എന്താ പ്രാർത്ഥന വിഷയം? എൻ്റെ പൊന്നു ഭാഷേ, കുറേ വർഷമായി പ്രവാസ ജീവിതം, വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, നാട്ടിലൊരു കിടക്കാടം ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കുക. അതിനാ നല്ല കാര്യം. അങ്ങനെ കൃപയാൽ പ്രാർത്ഥിച്ച് ഇത്രയും വർഷം ഈ മരുഭൂമിയെ കിടന്ന് അധ്വാനിച്ച് ഒരു വസ്തു മേടിച്ചു. ഓക്കെ. അവിടെ വീട് വെക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് എന്ത് ചെയ്തു? പ്രമാണം വെച്ച് ലോണും എടുത്തു. ഓക്കെ. വീട് പണിയാൻ വേണ്ടി ഒരു പാസ്റ്ററെ വസ്തുവിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയി. ഉടനെ പാസ്റ്റർ പറഞ്ഞു, ഈ വസ്തുവിൽ എന്തുണ്ട്? ബന്ധനം തീർന്നില്ലേ? പണ്ടെങ്ങാണ്ട് ഈ പ്രോപ്പർട്ടിയിൽ ഹിന്ദുക്കളുടെ കയ്യിലിരുന്നു, അവരിവിടെ കോഴിയെ അറുത്തു, പലവിധമാകുന്ന മന്ത്രവാദങ്ങൾ നടത്തി, അങ്ങനെ പല ബന്ധനങ്ങളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ ദൈവപൈതൽ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? വീട് വെക്കാൻ പാടില്ല. കുഴഞ്ഞു. അവസാനം പുള്ളി എന്ത് ചെയ്തു? വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചു. ആരും ഒട്ട് മേടിക്കുന്നുമില്ല. ബാങ്കിൽ നിന്ന് എന്ത് ചെയ്തു? ലോൺ എടുത്തു. മാസം ഇതെന്ത് ചെയ്യണം? അടയ്ക്കുകയും വേണം. ആകെ ഭ്രാന്ത് പിടിച്ചവനെ പോലെ വന്നിരിക്കുക മുമ്പിൽ. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, സഹോദര, വേദപുസ്തകത്തിൽ തല്ലാനുള്ള അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ചെവിക്ക് ഞാനിപ്പോൾ അടിച്ചേനെന്ന് പറഞ്ഞു. എന്നാ ഭാഷന്ന്? ഞാൻ പറഞ്ഞു, എത്ര വർഷമായി പ്രവാസ ജീവിതത്തിൽ? 15 വർഷം. ഞാൻ ചോദിച്ചു, 15 വർഷം നീ താമസിച്ചത് ആരുടെ വീട്ടിലാ? നിങ്ങൾ പ്രവാസികളല്ലേ, നിങ്ങൾക്കറിയാലോ. ആരുടെ കെട്ടിടമൊക്കെ? അറബിയുടെ. അറബി ഏതാ ജാതി? ഉണ്ടെന്നില്ല ആരും. ഞാൻ ആ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവനാണ്. ഒരു കെട്ടിടം വെക്കുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷനിൽ എന്തിടുമെന്ന് എനിക്കറിയാം. ഓരോ കോർണറിലും എന്ത് വെക്കുമെന്ന് എനിക്കറിയാം. എന്തെല്ലാം പരിപാടി ഒരു വീട് കെട്ടിപ്പൊങ്ങുന്നതിനിടയ്ക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇതെല്ലാം ചെയ്ത് വെച്ച് ഉണ്ടാക്കിയ കെട്ടിടത്തിൽ 15 വർഷം നീ ജീവിച്ചിട്ടും ഈ ഹൈവേ കൂടെ തേരാപ്പാര വണ്ടി ഓടിച്ചിട്ടും ഒരു പോറൽ വരാതെ നിന്നെ സൂക്ഷിച്ച ദൈവത്തിന് ഈ കടൽ കടന്ന് അപ്പുറത്തോട്ട് പോകുമ്പോൾ കർത്താവ് പറയും, അയ്യോ, അങ്ങോട്ട് എനിക്ക് വരാൻ പറ്റത്തില്ല, കേരളമല്ലേ, ഞാൻ അങ്ങോട്ട് വരത്തില്ല. ആണോ? ഇവിടെ 15 വർഷം കൺമണി പോലെ സൂക്ഷിച്ച ദൈവത്തിന് നിന്നെയും കുടുംബത്തെ അവിടെ സൂക്ഷിക്കാൻ പറ്റാത്തൊരു ദൈവത്തെയാണോ സേവിക്കുന്നത്? മര്യാദയ്ക്ക് പോയി പ്രാർത്ഥിച്ച് വീട് വെക്കാൻ പറഞ്ഞു. മനസ്സിലായോ? ദൈവത്തെ ഭയപ്പെടുക, പിശാചിനെ പേടിക്കരുത്. പിശാചിന് നമ്മുടെ മേലൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. പക്ഷെ കൃപ നിൽക്കണം. കുരുത്തക്കേട് കാണിച്ചേച്ച് അടിമേടിച്ചാൽ. കാരണം കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നവൻ സഭയിലിരിക്കുന്നു. മാനസാന്തരപ്പെടാൻ പറഞ്ഞിട്ട് മാനസാന്തരപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ അവനെ ജഡത്തിൽ ശിക്ഷ വിധിക്കേണ്ടതിന് വിട്ടുകൊടുത്തു. അത് വേറെ. മടങ്ങി വരാതിരുന്നാൽ
ഏൽപ്പിച്ചു കൊടുക്കും. എന്തിനാ? ആത്മാവ് രക്ഷിക്കപ്പെടണം. അതുകൊണ്ട് ശരീരത്തിൽ 2 കൊട്ട് കിട്ടിയിട്ടെങ്കിലും ഇവൻ മടങ്ങി വരട്ടെന്ന് വിചാരിച്ച് ഏൽപ്പിച്ചു കൊടുക്കും. ആ തലത്തിലേക്കൊന്നും കൊണ്ട് എത്തിക്കാതെ കൃപയ്ക്കകത്ത് നിൽക്കുക. മനസ്സിലായോ? അപ്പൊ ആരെ ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെടണം. പിന്നെന്ത് ഭയപ്പെടണം? അപ്പോസ്തലപ്രവൃത്തി 10:35 കൂടെ വായിച്ചോ. ഇടവാക്യം 10:35. ഇനി വാക്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നിർത്തുക. അപ്പോൾ പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ അഥവാ ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. 2 വാക്യം ചേർത്ത് വെച്ചോ. ആരെ ഭയപ്പെടണം? അവനെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടണം. പിശാചിനെ ഭയപ്പെടരുത്. വീണ്ടും 2 കൊരിന്ത്യർ 7:1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുള്ളൂ. അപ്പം അടുത്തൊരു ഭയം വേണം. ജീവിത വിശുദ്ധിയിൽ ഭയപ്പെട്ടോണം. ഞാൻ വിശുദ്ധ ജീവിതത്തിലാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഭയം എപ്പോഴും നമ്മളെ ഭരിക്കണം. പിശാചിനെ പേടിക്കണ്ട. നമ്മുടെ ജീവിതത്തെ ഭയപ്പെടണം. കാരണം നമ്മുടെ ജീവിതമാണ് ആരാധന. നമ്മുടെ ജീവിതമാണ് ആരാധന. ഞായറാഴ്ച വന്ന് നമ്മൾ 2 പാട്ട് പാടുന്നതല്ല ആരാധന. നാം വിശുദ്ധ ജീവിതം നയിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള ആരാധന. നമ്മൾ ഈ വെള്ളിയാഴ്ച വന്ന് ചെയ്യുന്നത് എന്താ? കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നമ്മളെ നടത്തിയതിനും സൂക്ഷിച്ചതിനും പരിപാലിച്ചതിനും പോറ്റി പുലർത്തിയതിനും ഒക്കെ ദൈവത്തിന് നന്ദി കൊടുക്കുക എന്നുള്ള കർത്തവ്യത്തിനാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ കൊണ്ട് ആരാധന, ഈ കതക് തുറന്ന് വെളിയിലിറങ്ങുമ്പോൾ ആരാധന തീരുകയല്ല. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നവരെ വിശുദ്ധ ജീവിതം നയിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള ആരാധന. അതുകൊണ്ട് വിശുദ്ധിയെക്കുറിച്ച് ഭയപ്പെട്ടോണം. 2 കൊരിന്തി 12:20-21. അടുത്തൊരു ഭയം വേണം. എന്താ? 2 കൊരിന്തി എന്നെ കാണുകയും ചെയ്യുമോ എന്നും, പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും, ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമ എന്നിവയെ കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ അടുത്തൊരു ഭയം നമുക്കുണ്ടാകണം. എന്താ? മാനസാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ ഭയപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ബലഹീനതകൾക്കും തക്കവണ്ണം ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് നാം വന്നിട്ടില്ലെങ്കിൽ ഭയപ്പെടണം. പിശാചിനെ പേടിക്കണ്ട. മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൽ വന്നുപോയ വിഷയങ്ങളിൽ ദൈവസന്നിധിയിൽ ക്രമീകരണം പ്രാപിച്ചിട്ടുണ്ടോ? ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഈ വേദപുസ്തകത്തിൽ സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അടുത്ത വാക്ക്, ഏറ്റു പറയുന്നവന് കരുണ ലഭിക്കും എന്നാണോ? ഏറ്റു പറയുന്നവന് കരുണ ലഭിക്കും. അങ്ങനാണോ? അല്ലല്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവൻ എന്ത് ലഭിക്കും? നമ്മളെല്ലാ ആഴ്ചയിലും എന്ത് പറയും? ഏറ്റു പറയും. പക്ഷേ ഉപേക്ഷിച്ചിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ അവിടെ. കർത്താവേ, ഞാൻ ലവനുമായിട്ട് ചാറ്റ് ചെയ്തത് തെറ്റായിപ്പോയി, ലവളുമായിട്ട് ചാറ്റ് ചെയ്തത് തെറ്റായിപ്പോയി, എൻ്റെ അറിവില്ലായ്മയായി കണ്ട് എന്നോട് ക്ഷമിക്കണം. വെള്ളിയാഴ്ച വന്ന് ഏറ്റു പറഞ്ഞിട്ട് ശനിയാഴ്ച വീണ്ടും ഉപേക്ഷിച്ചോ? ഇല്ല. ഭയപ്പെടണം. മാനസാന്തരം ശരിയായി നടക്കുന്നില്ലെങ്കിൽ ഭയപ്പെടണം. പിശാചിനെ പേടിക്കണ്ട. ഗലാത്യലേഖനം 4:11 പൗലോസ് ഭയപ്പെടുന്നു. നിങ്ങൾ ദിവസം നമ്മൾ എടുത്തതാ, അതുകൊണ്ട് അത് എടുക്കണ്ട. ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന് ഞാൻ വീണ്ടും ഒരു ഭയം. എന്താ ഭയം? അനാചാരങ്ങളെ വിട്ടിട്ടില്ലെങ്കിൽ ഭയപ്പെടണം. പണ്ട് അറിവില്ലായ്മയുടെ കാലത്ത് ചെയ്തു വന്ന ആചാര അനുഷ്ഠാനങ്ങൾ, അനാചാരങ്ങളൊക്കെ ജീവിതത്തിൽ എവിടെങ്കിലും ശേഷിക്കുന്നെങ്കിൽ, ഒരു വീട് വെക്കണമെന്ന് പറയുമ്പോൾ ഉടനെ കന്നിമൂല നോക്കാൻ പോകുന്നെങ്കിൽ ഭയപ്പെടണം. അതൊക്കെ പഴയതായിരുന്നു. പഴയത് വിട്ടിട്ടില്ലെങ്കിൽ ഭയപ്പെടണം. എബ്രായ ലേഖനം 4:1 വായിച്ച് പുസ്തകം അടയ്ക്കാം. എബ്രായ ലേഖനം 4:1. ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഞാൻ ഭയപ്പെടുത്തുന്നില്ല. വായിച്ചു. എബ്രായർ 4:1.
ആ ആ നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? അല്ലല്ലോ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ, അവന്റെ സ്വസ്ഥതയിൽ നിത്യതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. എന്തിനു ഭയപ്പെടണം? നിത്യതയെ കുറിച്ച് ഓർത്ത്. അത് കിട്ടാതിരിക്കാതെ പോകുമോ ദൈവമേ എന്നോർത്ത് ഭയപ്പെടണം. ആ വാഗ്ദത്തത്തിൽ, ആ സ്വസ്ഥതയിൽ ഞാൻ പ്രവേശിക്കുമോ കർത്താവേ? അതിന് തടസ്സമായി എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ എന്നോർത്ത് ഭയപ്പെടണം. നിത്യതയെക്കുറിച്ച് ഓർത്തൊരു ഭയം ഉണ്ടാകണം. പിശാചിനെ പേടിക്കണ്ട. ഈ കൂട്ടായ്മയിൽ വന്നിട്ട് ഇന്ന് മുതലെങ്കിലും ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സ്നേഹത്തോടെ പറയാം, ഇനിയെങ്കിലും പിശാചിനെ പേടിക്കല്ലേ. വിട്ടുകള. അവൻ്റെ കാര്യം നമ്മുടെ ഇടയിൽ സംസാരിക്കുക പോലും വേണ്ട. അവൻ എന്തിനു കൊള്ളാം, വിട്ടുകള. അവനെ നമ്മുടെ ഇടയിൽ വേണ്ട. അവനെക്കുറിച്ചുള്ള സബ്ജക്റ്റ് വേണ്ട, അവന് വിട്ടുകള. ഇതിപ്പോൾ നമ്മുടെയൊക്കെ സഭകളിൽ 1 മണിക്കൂർ പ്രസംഗം എടുത്താൽ അതിൻ്റെ അകത്ത് 40 മിനിറ്റും ആരാ? കർത്താവിനെ പോലും ഇത്രയും പ്രൊജക്റ്റ് ചെയ്യത്തില്ല. പ്രൊജക്റ്റ് ചെയ്യുന്ന മുഴുവൻ ആരെയാ? നിന്റെ നന്മയെ മുടക്കി വെച്ചിരിക്കുന്ന പിശാച്. പിന്നെ പിശാച് ഇപ്പോൾ ബാങ്കിൽ കയറി നിന്റെ പൈസയുടെ മേലെ കയറി ഇരിക്കുക, മുടക്കി വെച്ചേക്കാം. പിന്നെ അല്ലാതെ പിശാച് നന്മയെ മുടക്കി വെച്ചിരിക്കും. പിശാചിന്റെ അധീനതയിൽ കിടക്കുന്ന ഈ മനുഷ്യർക്ക് മുഴുവൻ കോടിക്കണക്കിന് കിടക്കുക. അപ്പോഴവൻ നിന്റെ ഒരു കെട്ടുപണത്തിന്റെ മേലെ കയറിയിരിക്കുന്നത്. പിശാചിനെ ഭയപ്പെടല്ലേ ദൈവമക്കളെ. നമ്മുടെ ദൈവത്തെ ഒന്ന് ഭയപ്പെടുക. നമ്മുടെ കർത്താവിനെ ഒന്ന് ഭയപ്പെടുക. നിത്യതയെ ഓർത്തൊന്ന് ഭയപ്പെടുക. മാനസാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ ഒന്ന് ഭയപ്പെടുക. എന്ത് ഭയപ്പെടരുത്, എന്ത് ഭയപ്പെടണം, ഇത് നമ്മൾ ശാന്തമായി കേട്ടു. ദൈവത്തെ ഭയപ്പെടാം. കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഒരു തിരിച്ചറിവാകട്ടെ, ഒരു കണ്ണ് തുറക്കലാകട്ടെ. പിശാചിന് വേണ്ടിയിട്ടുള്ളവരല്ല നമ്മൾ. നാം ദൈവത്തിനായി, നിത്യതയ്ക്കായി വിളിക്കപ്പെട്ടവരാണ്. നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചതെന്ന് കൃത്യമായി എഴുതി. അതുകൊണ്ട് വിശുദ്ധ ഗണമേ, നിങ്ങൾ ഇനിയും പിന്നെയും നിങ്ങൾ ഭയപ്പെടല്ലേ എന്ന് പറഞ്ഞു. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് കൃപയ്ക്കകത്ത് നിന്ന് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് നിത്യതയിലെത്തുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം.